ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കടായിയും ഫ്രൈഡ് റൈസുമാണ്. അതിന് വേണ്ടി 250 ഗ്രാം ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം ഒരു പാനിൽ ചൂടാക്കി കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക. പാന് ചൂടായതിനു ശേഷം ആ എണ്ണയിലേക്ക് വലിയുള്ളി 2 എണ്ണം, തക്കാളി 2 എണ്ണം അരിഞ്ഞത് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം പകുതി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക. കൂടെ അണ്ടിപ്പരിപ്പും അരച്ചെടുക്കുക. അരച്ച ഉള്ളി, തക്കാളി, അണ്ടിപ്പരിപ്പ്, ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, 2 പച്ചമുളക്, കറിവേപ്പില, പിന്നീട് മുളക് പൊടി, ഉപ്പ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവ ആവശ്യത്തിന് ചേർക്കുക. നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർക്കുക. ഗ്രേവി കുറച്ചുകൂടി ആവശ്യമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. അവസാനം കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂട്ടി തീ ഓഫ് ചെയ്യുക. ചിക്കൻ പാകമായതിനു ശേഷം ഇതിലോട്ട് 2 സ്പൂൺ ചെറുനാരങ്ങ നീര്, കുറച്ച് സോയാ സോസ്, വഴറ്റി വെച്ച ക്യാപ്സിക്കം എന്നിവ ചേർക്കും. നമ്മളെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് കുറച്ച് സമയം അടച്ചു വെക്കുക. അടുത്തത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. എങ്ങനെ അതിനാവശ്യമായിട്ട് 2 കപ്പ് അരി, മല്ലിയില, ഗ്രാമ്പു, പട്ട, ഏലക്ക, കുരുമുളക് പൗഡർ, മുട്ട, ക്യാപ്സിക്കം, വലിയുള്ളി, ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ്. ആദ്യം തന്നെ അരി വേവിച്ചെടുക്കുക. അതിനായി 1.5 ലിറ്റർ വെള്ളം വെച്ചു. തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് രണ്ട് ഏലക്ക, 4 ഗ്രാമ്പു, ഒരു പട്ട, താക്കോൽ എന്നിവ ചേർക്കും. 2 സ്പൂൺ നാരങ്ങ നീരും ചേർക്കും.
അതിനുശേഷം കഴുകി ഊറ്റി വെച്ച് വെള്ളത്തിലിട്ട് ഊറ്റി വെച്ച ബസുമതി റൈസ് ഇട്ട് കൊടുക്കും. ഈ വലിയൊരു ചട്ടി ചൂടാക്കി ബട്ടറില്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ച് നമ്മൾ കലക്കി വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കും. അങ്ങനെ മുട്ട റെഡിയായതിനു ശേഷം അത് കോരി മാറ്റി ബാക്കിയുള്ള ബട്ടറും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞു മാറ്റി വെച്ച സവാള, ക്യാരറ്റ്, ബീൻസ്, കാപ്സിക്കം ഇട്ടുണ്ട്. നന്നായി വഴറ്റിയെടുക്കുക. നന്നായി വഴണ്ടി വന്നതിന് ശേഷം മുട്ട ചേർക്കുക. ഉപ്പ് ചേർക്കാൻ മറക്കരുത്. പിന്നെ ഗ്രീൻ പീസ്, നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഉണ്ടല്ലോ, ബസുമതി റൈസ്, അതും കൂടി ഇട്ട് കൊടുക്കും. പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, മല്ലിയില, എന്നിവ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഫ്രൈഡ് റൈസും ചിക്കൻ കടായി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ.